മനപ്പുറം ഉണ്ണി ഒന്നും ചെയ്തിട്ടില്ല എന്നും പറ്റിപ്പോയതാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അവനെ രക്ഷിക്കാൻ ആരുമില്ല മാഷേ. എനിക്കുണ്ടൊരമ്മ. എന്നാലാവുന്നത് മുഴുവൻ അമ്മയുടെ മകന് വേണ്ടി ഞാൻ ചെയ്യും. പണത്തിന്റെ അപ്പുറത്ത് ഇത്തരം കേസുകൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു സഖാവുണ്ട്, മനുഷ്യത്വമുള്ളൊരു വക്കീൽ. എന്നാലാവുന്നതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് ആ മാഷ് പോയപ്പോഴേ മനസ്സ് പാതി തണുത്തതാ. എന്നാലും ഇത്ര പെട്ടെന്ന് നിന്നെ വിടിയിക്കുമെന്ന് കരുതിയില്ല ഉണ്ണിയെ. 100 പുണ്യം കിട്ടും അദ്ദേഹത്തിന്. തള്ളയുടെയും മോന്റെയും ഭാവം കണ്ടാ തോന്നും വെറുതെ വിട്ടൂന്ന്. ജാമ്യത്തിലിറങ്ങിയ പലരെയും പിന്നെ വധശിക്ഷയ്ക്ക് വരെ വിധിച്ച കേസുകളുണ്ട്. കരുനാക്കൂട്ടൊന്നും പറയല്ലേ. ഉള്ളത് തോന്നപ്പോ എന്റെ നാക്കിനായി കുറ്റം. ഞാൻ മിണ്ടുന്നില്ല. അവര് ഉണ്ണേട്ടനെ ഉപദ്രവിക്കുക വല്ലതും ചെയ്തോ? ഇവിടെ ഒരാള് ആദ്യമൂത്തിട്ട് കിടപ്പിലായി. ഓപ്പോള് ഉണ്ണേട്ടനെ കണ്ടാൽ തന്നെ അസുഖം പാതി മാറും. കരയാതെ. ഞാൻ വരില്ല എന്ന് കരുതിയോ നീ? വരാണ്ടിരിക്കാൻ പറ്റുമോ എനിക്ക്? ഈ കൈ കൊണ്ടാ കുത്തിയത്. എന്താണ് ചെയ്യണമെന്ന് നിശ്ചയം പോലും ഇല്ലാണ്ട്. രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ ആ കത്തി എന്റെ നെഞ്ചിലേക്ക് കയറിയേനെ. എനിക്കറിയാം, അറിഞ്ഞുകൊണ്ട് ഉണ്ണിയേട്ടൻ ഒരു തെറ്റും ചെയ്യില്ല. എനിക്ക് വിശ്വാസം. വന്നൂന്ന് കേട്ടു, കണ്ടില്ലല്ലോ എന്ന് കരുതിയിരിക്കായിരുന്നു. കൊലക്കേസിലെ പ്രതിയെന്ന് പറയുമ്പോ സമ്പ്രദായം വേറെയാണല്ലോ. കോഴക്കേട് പറയാനോടോ അയ്യപ്പൻ നായരെ. ഡിപ്പാർട്ട്മെന്റിലെ ആള് സ്വന്തം വീട്ടിലുള്ളപ്പോ പോലീസുകാർ മേല് നോക്കിയോ? അവർക്കുല്ലേ വർഗസ്നേഹം. വാസ്തവം, ജാമ്യത്തിലിറക്കാൻ സൗദാമിനിയമ്മ എന്ന പരമേശ്വരൻ നമ്പ്യാരുടെ കാല് പിടിക്കുന്ന കേൾവി. വയ്യാന്ന് പറഞ്ഞ് മടക്കിയിട്ടിപ്പോ അങ്ങേരാരായി? ഏടദ്ദേഹം മിടുക്ക് കാണിച്ചേ പുഷ്പം പോലെയല്ലേ ജാമ്യത്തിലിറക്കി കൊണ്ടുവന്നത്. സൗദാമിനിയമ്മയ്ക്ക് ഒരു പോലീസുകാരൻ രഹസ്യം കൂടിയെന്ന് കേട്ടപ്പോ നമ്മളൊക്കെ പുച്ഛിച്ചു. അതിപ്പോ ഉണ്ണിക്ക് ഉപകാരായി. വേണ്ട, ജാമ്യത്തിൽ ഇറങ്ങിയവർ നിയമം തെറ്റിച്ചുകൂടാ. ജാമ്യം റദ്ദാക്കും. ആളുകള് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. കേട്ടറിഞ്ഞ് രഘു വന്ന് പറഞ്ഞപ്പോ എന്റെ ചങ്ക കത്തിയെ. ഉണ്ണിയേട്ടൻ എന്തിനാ വെറുതെ വഴക്കിന് വെക്കണേ? നിനക്കത് പറയാം. ആ തെണ്ടികളൊക്കെ പറഞ്ഞെന്താണെന്നറിയോ? ആ പോലീസുകാരൻ എന്നെ ജാമ്യത്തിൽ ഇറക്കിയെന്ന്. എന്റെ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് തൂക്കിക്കൊല്ലാൻ വിധിച്ചാലും അതിശയില്ലെന്ന് ആ ദുഷ്ടം പറഞ്ഞത്. ആട്ടിയിറക്കാണ്ട് കേട്ടുകൊണ്ടിരുന്നു എന്റെ അമ്മ. എന്റെ ഉള്ളിലെത്തി ആർക്കാ മനസ്സിലാവുക? എനിക്ക് ആർക്കും മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലാവും. വേണ്ട സുധേ, എനിക്ക് എന്നെ തന്നെ പേടിയായി തുടങ്ങി. പറ്റുമെങ്കിൽ നീയും കൂടി എന്നെ വെറുക്ക്. എന്താ ഉണ്ണിയേട്ടാ പറയണേ? ഏത് നശിച്ച നിമിഷത്തിലാണ് ഉണ്ണിയേട്ടന് മതി നിനക്ക് തോന്നിയത്? എന്തു വന്നാലും എവിടെയും ഞാനുണ്ടാവും ഉണ്ണിയേട്ടന് കൂട്ട്. പൂർവ്വ വൈരാഗ്യത്തിന്റെ പേരിൽ പതിയിരുന്ന് ആക്രമിക്കുകയായിരുന്നു അവർ തന്നെ. സ്വയരക്ഷയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ കുത്തേറ്റാണ് മരണം സംഭവിച്ചത്. അതെ സർ, അതാണ് സത്യം. നിക്ക് സത്യം അതായതുകൊണ്ട് കാര്യമില്ല, തെളിയിക്കാൻ പറ്റണം. പതിയിരുന്ന് ആക്രമിക്കാൻ ശ്രമിച്ചു എന്നതിന് സാക്ഷികളില്ല. അതേസമയം സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള ശ്രമത്തിനിടയിലായിരുന്നു മരണം എന്ന തന്റെ വാദത്തെ നിഷേധിക്കുവാൻ അവരിൽ ഒരാളുടെ സാക്ഷിമൊഴി ഉണ്ടുതാൻ. അപ്പോ അതിനും മുൻപുള്ള കാര്യം പൂർവ്വ വൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിച്ചെടുക്കാൻ കഴിയണം.
എങ്കിലേ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് വിശ്വസനീയമാവും. ഇറ്റ് ഈസ് സിമ്പിൾ. താൻ പറഞ്ഞ ആ സംഭവം ഉണ്ടല്ലോ, ലൈബ്രറിയിൽ വെച്ചൊരു പെൺകുട്ടിയെ ഇവർ അവമാനിക്കാൻ ശ്രമിച്ചതും താൻ അതിൽ ഇടപെട്ടത് വഴി ഇവർ മറ്റുള്ളവരുടെ മുമ്പിൽ മാനം കെട്ടതും പൂർവ്വവൈരാഗ്യമുണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാൻ അത് മാത്രം മതി. തനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് മൊഴി തരാൻ ആ പെൺകുട്ടി തയ്യാറാവില്ലേ? 100 വട്ടം സാർ. എങ്കിൽ പിന്നെ താൻ ചെന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങ്. ദീപം 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 ദീപം. മോളെ, എന്റെ മോള് വളർന്നു. അച്ഛനത് കാണാൻ സമയം കിട്ടിയില്ല ഇതുവരെ. നിന്റെ കുഞ്ഞുനാളില് രാത്രി നിന്നെയും തോളത്ത് കിടത്തി ഞാൻ ഈ മുറ്റത്തുലാത്തുമായിരുന്നു. അച്ഛൻ പറയുന്ന പഴങ്കഥകൾ കേട്ട് മോൾ ഉറങ്ങുമായിരുന്നു. അച്ഛാ, ഇന്ന് അച്ഛൻ മോൾക്കൊരു കഥ പറഞ്ഞു തരാം. പണ്ട് ഈ മുറ്റത്തൊരു കല്യാണപ്പന്തൽ ഉയർന്നു. തറവാട്ടിലെ ഏക പെൺതരിയുടെ പുടവുകൊട. അമ്മാവന്മാരും അച്ഛനും ചേർന്ന് നാടടക്കം ക്ഷണിച്ചു. നാട്ടുപ്രമാണിമാർ മുഴുവൻ തലേന്ന് രാത്രി ഈ മുറ്റത്ത്. പക്ഷേ പുലർച്ചയ്ക്ക് നോക്കുമ്പോ കല്യാണ പെണ്ണിനെ കണ്ടില്ല. മാനക്കേട് താങ്ങാനാവാതെ കാരണവന്മാര് നെഞ്ചുപൊട്ടി കരയണത് നോക്കി നിൽക്കേണ്ടി വന്നു അച്ഛന്. അന്ന് മനസ്സുകൊണ്ട് ഞാനവർക്ക് വാക്കുകൊടുത്തു, ആ കടം വീട്ടുമെന്ന്. അതിന് വൈകിച്ചുകൂടാ. ഈ മുറ്റത്ത് ഇനിയും ഒരു കല്യാണപ്പന്തൽ വരും. പുലർച്ചയ്ക്ക് വിളിക്കുമ്പോ മോൾ ഇവിടെ ഉണ്ടാവണം. നിൽക്കുക. നിന്റെ കുട്ടി മനസ്സിൽ പല വിഡിത്തങ്ങളും തോന്നിയിട്ടുണ്ടാവും. അത് മറന്നേക്ക. മറന്നേ പറ്റൂ. മകളുടെ കല്യാണം ഉറപ്പിക്കാൻ പോകുന്നു എന്ന് കേട്ടു. ആ, ഒരു നല്ല ആലോചന ഒത്തുവന്നു. പരമേശ്വര, ജീവിക്കാനുള്ളവര് ഇളം തലമുറയാ. അവരെ ജീവിതം അവരെ ഇഷ്ടത്തിന് വിടുക. ബാലേട്ടൻ പറഞ്ഞു വരുന്നത് നിനക്ക് മനസ്സിലായതല്ല, എന്നാലും പറയാം. കുട്ടിയോട് തമ്മിൽ ആശിച്ചതാണ്. അവയ്ക്ക് പിരിക്കരുത്. അത് കഷ്ടമാണ്. ആ ശാപം വാങ്ങി തലയിൽ വെക്കണ്ട പരമേശ്വര. ഈ വിഷയം ഇവിടെ നിർത്താം. ഓടാ. ബ്രിട്ടീഷുകാരുടെ തോക്കിന് മുമ്പിൽ നിന്നുകൊണ്ടും പറയാനുള്ളത് പറഞ്ഞിട്ടേ ബാലൻ നമ്പി നിർത്തിയിട്ടുള്ളൂ. അറിയാത്തതല്ല നിനക്ക്. ഒരച്ഛന്റെ ഉള്ളിലെ തീ ബാലേട്ടൻ അറിഞ്ഞിട്ടില്ല. ഈ ഒരു കാര്യത്തിൽ ലോകത്തിൽ ആരെ ഉപദേശിക്കാൻ നിങ്ങൾക്കൊരു അവകാശമില്ല. ഓണു. അച്ഛനായാലും മരുമകനായാലും മകളായാലും മനുഷ്യനാണ്. മനുഷ്യരെ എനിക്ക് മനസ്സിലാവും. ഓർത്തോ, തെറ്റിയത് എനിക്കല്ല, നിനക്കാണ്. ഏട്ടാ, കയറിയിരിക്കേട്ടാ. ഇങ്ങോട്ടിരിക്കൂ. വേറെ ആരുമില്ലേ ഇവിടെ? ഇല്ല. നന്നായി. ഏട്ടൻ നീ ആ വിവരങ്ങൾ അറിഞ്ഞു കാണും. സുധയുടെ പുടവ് കൂടെ നിശ്ചയിച്ചു. ഉണ്ണി നിർബന്ധിച്ചിട്ടാവണം. ബാലേട്ടൻ വന്നിരുന്നു.
എന്റെ മകളുടെ നന്മയല്ലാണ്ട് വേറൊരു ന്യായവും എനിക്കില്ലാന്ന് മുഖമടച്ചു പറയേണ്ടി വന്നു. നിന്നോട് ഇത്തിരി ദയ ഇരക്കാനാണ് ഞാൻ വന്നത്. ആരും എനിക്ക് തന്നിട്ടില്ലാത്തത് ഞാനെങ്ങനെ തിരിച്ചു തരുവേട്ട? ശരിയാണ്, എനിക്കതിനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു, ഇന്നുമില്ല. ഈ പടി കടന്ന് ഞാൻ വന്നത് തന്നെ കാരണവന്മാര് പൊറുക്കൂല. ഏട്ടാ, ഞാൻ വന്നത് കാരണവരെന്ന നിലയിലല്ല സൗദാമിനി, ഏട്ടനെന്ന നിലയിലുമല്ല. ഒരച്ഛന്റെ ഗതികേടുമായിട്ടാണ്. പണ്ട് നീ ഇറങ്ങിപ്പോന്നപ്പോ പിടിച്ചു നിൽക്കാൻ നമ്മുടെ അച്ഛന് അമ്മാവന്മാരുടെ തണലുണ്ടായിരുന്നു. ഇന്നെന്റെ മകളത് ആവർത്തിച്ചാൽ എനിക്ക് ആരുമില്ല സൗദാമിനി, ഞാൻ തളർന്നു പോകും. ഏട്ടാ, നിന്റെ മകനെ നീ വിലക്കണം, എന്റെ മോളെ എനിക്ക് വിട്ടുതരണം. ഭേഷ്, ഓർമ്മ വെച്ചതിൽ പിന്നെ എന്റെ അമ്മയുടെ മനസ്സും തണുത്തു കണ്ടു. പൊന്നാങ്ങള തറവാട്ടിലെ കാരണവര് തേടി വന്നീ മുറ്റത്ത് കാലിയൊട്ടിയില്ലേ? മോക്ഷം കിട്ടാൻ ഇനി എന്ത് വേണം വേറെ? ഉണ്ണി എന്നെ എടുത്തോണ്ട് നടന്നു വളർത്തിയ ഏട്ടനാ കണ്ണീരോടെ ഈ മുറ്റത്ത് വന്നു നിന്നിരുന്നത്. മനസ്സിളകിപ്പോയല്ലേ? അച്ഛന്റെ ശവം കയറയിൽ നിന്നറുത്ത് മുറ്റത്ത് കിടത്തിയപ്പോൾ എവിടെയായിരുന്നു അമ്മ ഈ ഏട്ടൻ? ഒരു മാസത്തെ ഫീസിന് ഗതിയില്ലാതെ ഞാൻ ഈ തിണ്ണ നിറങ്ങാമെന്ന പോലീസുകാരന്റെ മുന്നിൽ കൈനീട്ടേണ്ടി വന്നപ്പോൾ എവിടെയായിരുന്നു ഏട്ടൻ? ഇരുമ്പഴിക്കകത്ത് ഞാൻ കിടക്കുമ്പോൾ സർവമാനവും മാറ്റിവെച്ച് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ആ ഉമ്മറത്തി എന്ന് എന്റെ അമ്മ കെഞ്ചിയില്ലേ? അന്ന് എവിടെയായിരുന്നു ഏട്ടന്റെ മനസ്സ്? ഒന്നും ഞാൻ ഓർത്തില്ല, ആലോചിച്ചില്ല. രക്തബന്ധം മാത്രമേ ഓർത്തുള്ളൂ. സ്വാർത്ഥത, ഇതിന്റെ പേരാ സ്വാർത്ഥത. മുൻപെങ്ങുമില്ലാത്തൊരു രക്തബന്ധം. എനിക്ക് മനസ്സിലാവുന്നുണ്ടമ്മേ. മകളുടെ കാര്യം വന്നപ്പോ അമ്മാവന്, ഏട്ടന്റെ കാര്യം വന്നപ്പോ അമ്മയ്ക്ക്. എനിക്കെന്തേ സ്വാർത്ഥത പാടില്ലേ? സുധ എന്റെ മുറപ്പെണ്ണ, അവൾ എനിക്കുള്ളതാ. ഈ കാര്യത്തിൽ മാത്രം അമ്മ എന്നെ ഉപദേശിക്കാൻ വരരുത്. അമ്മയ്ക്ക് അതിന് അവകാശമില്ല. അമ്മയ്ക്കൊരു ഘട്ടം വന്നപ്പോൾ ആരുടെയെങ്കിലും മുഖമോർത്ത്, മുത്തച്ഛന്റെ, കാരണവന്മാരുടെ, ഈ ഏട്ടന്റെ, നിങ്ങളുടെ മോൻ തന്നെയാ ഞാനും. ആദ്യം നീ ഈ പടി കടന്നു വന്നത് വള്ളി നിക്കറ് വിട്ട് വാസുവിന്റെ കൂടെയാ. അന്ന് ഏട്ടൻ തടഞ്ഞില്ല. ഇന്ന് ഞാൻ ആ തെറ്റ് തിരുത്തുന്നു. ഇനി ഈ പടി കടക്കരുത്. ആതിഥ്യം സ്വീകരിക്കാൻ വന്നതല്ല, സൗമ്യമായ ഭാഷയിൽ എനിക്ക് പറയാനുള്ള പറയാനാ ബാലമാവൻ വന്നത്. അത് കേൾക്കാൻ തയ്യാറാവാത്ത സ്ഥിതിക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ. എന്റെ അമ്മ ചെയ്തത് സുധയ്ക്ക് ആവർത്തിക്കേണ്ടി വരും. അതിനവളെ നിർബന്ധിക്കരുത്. ഇനി ഈ പടി കടക്കരുതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇറങ്ങി പടിക്ക് പുറത്തുനിന്ന് തന്നെയാ. എന്റെ പെറ്റമ്മ വിചാരിച്ചാൽ കൂടി അറുത്തു മാറ്റാൻ കഴിയാത്ത ബന്ധമാണ് എനിക്ക് അവളോട്. ഓർമ്മ തെളിഞ്ഞ നാൾ തൊട്ട് പരദൈവങ്ങൾക്ക് വിളക്ക് തെളിക്കുമ്പോൾ അവൾ ഒന്നേ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, എന്റെ കൂടെയുള്ള ജീവിതം. അത് ഞാൻ അവൾക്ക് കൊടുത്തിരിക്കും. നിന്റെ വിധി കോടതിയാണ് നിശ്ചയിക്കുന്നത്. എന്റെ വിധി നിശ്ചയിക്കേണ്ടത് ദൈവമാണ്. അത് പ്രവചിക്കാൻ നീ ആയിട്ടില്ല. ഇറങ്ങി പോടാ.